നമസ്കാരം. സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ +2 ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ആണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ. അതുപോലെ +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സാക്ഷരതാ മിഷൻ ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുന്ന +2 ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം +1 പഠിച്ച എല്ലാവരും റിസൾട്ട് എല്ലാം നേടി പാസ്സായിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ് എന്ന നിലയിലാണ് നമ്മളിപ്പോഴും പഠിക്കുന്നത്. ഇപ്രാവശ്യം പഠിക്കാനുള്ളതും ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇത്തിരി സ്പീഡിലായിരിക്കും പോവുക. നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കാണാനൊക്കെ പറ്റും. നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കുവാനും നിങ്ങൾ മനസ്സിലാക്കുക. മേരി വസീയത്ത് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ച്, പ്രഭാഷൺ. ഹൈക്കു പുതിയതായിട്ടുള്ള ഒരു കവിത ശകലമാണ്, ജപ്പാനീസ് ഒരു ഒറിജിനാണ്. പിന്നീട് പേട് കി പീഡ എന്ന് പറയുന്ന ഒരു കവിത 3. പിന്നെ പാരിഭാഷിക് ശബ്ദാവലി 8 മാർക്കിൻ്റെ ചോദ്യം. ടെക്നിക്കൽ ടേംസ്, ഇംഗ്ലീഷിലെ ടെക്നിക്കൽ ടേംസിൻ്റെ ഹിന്ദിയിൽ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹിന്ദിയിലെ ടെക്നിക്കൽ ടേംസ് ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത്. 4 സ്ത്രീ കാ സോച്ചിന ഏകാന്ത ഹൈ, കാത്യായനി എന്ന കവയിത്രിയുടെ ഒരു കവിത. 5 അസ്ഹർ വജാഹത്ത് എഴുതിയ ഷെയർ എന്ന ഒരു പാഠം. പിന്നെ രാജേഷ് ജോഷിയുടെ കവിത ബച്ചോങ്കി ചിത്രകലാ പ്രതിയോഗിത. ഡോക്ടർ തുളസിരാമിൻ്റെ മുർദ്ദിഹിയ എന്ന ഒരു കവിത, കഹാനിയാണ്, സോറി. പിന്നെ ജ്ഞാനേന്ദ്രപതിയുടെ കവിത ഏക് ടാങ്ക്. ഇങ്ങനെ 9 പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത്. +2ൻ്റെ തുല്യതാ പരീക്ഷയ്ക്ക് ഈ വർഷം വരുന്ന പാഠഭാഗങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. പാഠഭാഗത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു പൂർവ്വജ്ഞാനം അറിയുന്നതിനായിട്ട് പാഠത്തിൻ്റെ പേര് മേരി വസീയത്ത് എന്നാണ്. പരമ്പര, വസീയത്ത്, നിബന്ധാണ്. നെഹ്റുവിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഈ നിബന്ധത്തിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ ഞാൻ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയാം. ആദ്യം ക്ലാസ് മനസ്സിലാക്കുക. ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന വണ്ണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പൂർവ്വജ്ഞാൻ കി പരീക്ഷയ്ക്ക് നിങ്ങളുടെ പോയ അറിവ് ഒന്ന് തിരിച്ചറിയാനായിട്ടാണ് ആദ്യത്തെ പേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് നിബന്ധ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം? ഒന്ന്, നിബന്ധ का आशय ग्रहण करके विधांतरण करता है. നിബന്ധ അല്ലെങ്കിൽ എസ്സേ പഠിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിബന്ധ പഠിച്ചിട്ട് വിധാന്തരം കർത്താ, ആ നിബന്ധയിൽ നിന്ന് നമ്മൾ പലതരം രൂപഭേദങ്ങൾ വരുത്തുന്നു. ഈ സാഹിത്യ രൂപത്തിൽ വാർത്താലാപാകാം, അല്ലെങ്കിൽ ഡയറി ആകാം, അല്ലെങ്കിൽ റെപ്പട്ടാവാം, അല്ലെങ്കിൽ പത്ര ലിഖിയെ. നിബന്ധ പഠിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്കുള്ള ഒരു ലേഖനം എഴുതുന്ന, കത്തെഴുതുന്ന പോലെയാകാം. അതിനാണ് വിധാന്തരൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഒരു അധികം ഉപലബ്ധി. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പാഠഭാഗം പഠിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയുകയാണ്. ഇനി നിബന്ധ കാ വിശ്ലേഷണം करके टिप्पणी प्रस्तुत करता है, നോട്ട് തയ്യാറാക്കുക, കുറിപ്പെഴുതുക. വിവിധ തരം കുറിപ്പുകൾ എഴുതേണ്ടി വരും. അതിന് പാഠഭാഗം നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടി വരും. പഠിതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊന്നും പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ ആദ്യത്തെ പാഠം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, അല്ലെങ്കിൽ ആദ്യത്തെ പാഠം പഠിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. മിട്ടി സെ സോന ഉപജാത്ത कहलाता जो अन्न का दाता, धूप ठंड हो चाहे बारिश, जिसको कोई रोक न पाता. മിട്ടി സെ സോന ഉപജാത്ത, മണ്ണിൽ നിന്നും സ്വർണം വിളയിക്കുന്നത് ആൾ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരാത്. കഹലാത്ത ജോ അന്നക ദാത, നമ്മുടെ അന്നദാതാവാണെന്ന് പറയപ്പെടുന്നു. മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്നു, നമ്മുടെ അന്നദാതാവാണെന്ന് പറയപ്പെടുന്നു. ധൂപ് ഠണ്ട് ഹോ ചാഹെ ബാരിഷ്, വെയിലാകട്ടെ തണുപ്പാകട്ടെ മഴയാകട്ടെ, ജിസ്കോ കോയി റോക്ക് ന പാത്ത, അയാളെ ആർക്കും തടയാൻ സാധിക്കില്ല. ആരാണ് അയാൾ? കർഷകൻ, അല്ലേ? ഫാർമർ. മഴയത്തും വെയിലത്തും തണുപ്പത്തും എത്ര കഠിനാധ്വാനം ചെയ്താണ് നമുക്ക് അന്നം വിളയിപ്പിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ അന്നദാതാവ് എന്ന് പറയുന്നത് കർഷകനാണ്. അപ്പോൾ ആ കർഷകന്റെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഈ പാരഗ്രാഫിൽ തന്നത്. ഇതിന്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കാം. യഹാ കിസാൻ കി മഹിമാ കാ വർണ്ണൻ കിയാ ഗയാ ഹൈ, ഇവിടെ കൃഷിക്കാരന്റെ മഹത്വത്തിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഭാരത് के प्रथम प्रधानमंत्री पंडित जवाहरलाल नेहरू अपने लेख में भारत की मिट्टी एवं किसान के प्रति अपना आदर प्रकट करते हैं.
ഭാരതത്തിലെ പ്രഥമനായ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ ഈ ലേഖനത്തിൽ ഭാരതത്തിൻ്റെ മണ്ണിനെക്കുറിച്ചും കൃഷിക്കാരനെക്കുറിച്ചും തൻ്റെ ആദരവ് പ്രകടമാക്കുകയാണ്. പടയും മേരി വസിയത്ത് നമുക്ക് പഠിക്കാം. എൻ്റെ പരമ്പര, എൻ്റെ വംശം, അല്ലെ? വസിയത്ത് എന്താണ്? എൻ്റെ വസിയത്ത് എന്നുള്ള ഈ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, വസിയത്തിന് പല പല അർത്ഥങ്ങളുണ്ട്. അവകാശം എന്നാകാം. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെയും പല അർത്ഥങ്ങൾ കിട്ടാം. നോക്കാം നമുക്ക് എന്താണ്. മേരി വസിയത്ത് ഏക് നിബന്ധ. നിബന്ധം എന്ന് പറഞ്ഞാൽ ലെസ്സെ. ഞാൻ വായിച്ചു പോവാം, മലയാളത്തിൽ അർത്ഥവും പറഞ്ഞു പോവാം. എന്നിട്ട് നിങ്ങളൊന്ന് ഈ ടെക്സ്റ്റ് ഒന്നുകൂടെ വായിക്കണം. അതിനുശേഷം നമ്മൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആൻസറുകൾ ചെയ്യും. मुझे देश की जनता ने मेरे हिंदुस्तानी भाइयों और बहनों ने इतना प्रेम और मोहब्बत दी है कि चाहे मैं जितना कुछ करूं वह उसके एक छोटे से छोटे हिस्से का बदला नहीं हो सकता. सच तो यह है कि प्रेम इतनी कीमती चीज है कि इसके बदले कुछ देना मुमकिन नहीं है. इस दुनिया में बहुत से लोग हुए जिनको अच्छा समझकर बड़ा मानकर उनका आदर किया गया, पूजा गया. लेकिन भारत के लोगों ने छोटे और बड़े, अमीर और गरीब, सब तबकों के बहनों और भाइयों ने मुझे इतना ज्यादा प्यार दिया है कि उसका बयान करना मेरे लिए मुश्किल है और जिससे मैं दब गया. मैं आशा करता हूं कि मैं अपने जीवन के बाकी वर्षों में अपने देशवासियों की सेवा करता रहूं और उनके प्रेम के योग्य रहूं. വലിയൊരു പാരഗ്രാഫാണ്. കടുകട്ടി വേർഡ്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല. ഡിക്ഷണറി നോക്കാതെ മീനിങ്സ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എല്ലാം അധ്യാപകൻ തന്നെ തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പലതും നടന്നു എന്ന് വരില്ല. എന്താണ് നെഹ്റുവിന്റെ ഇവിടുത്തെ ആഗ്രഹം നോക്കാം. नेहरू की आशा क्या है, नेहरू की इच्छा क्या है, आदि आदि हमें इसमें देखने को मिलते हैं. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. ഈ ക്വസ്റ്റ്യനും ആൻസറും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. +1 നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ +2ലും ആൻസേഴ്സ് ഒക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും എഴുതിയിട്ട് എന്നെ ഓൺലൈനിൽ അയച്ച് കാണിച്ചു തരികയും വേണം. CE മാർക്കുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് നെഹ്റുവിനെ ഒന്ന് പരിചയപ്പെടാം. ലേഖക് പരിചയം. जिन महापुरुषों ने देश की आजादी के लिए बहुत कुछ किया है, ജവഹർലാൽ നെഹ്റു ഉൽക്കെ സിർമോർ है. ഏതൊക്കെ മഹാപുരുഷന്മാരാണോ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ജവഹർലാൽ നെഹ്റു അവരിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്. उनका जन्म इलाहाबाद में 14 नवंबर 1879 को, അദ്ദേഹത്തിന്റെ ജന്മം അലഹാബാദിൽ 1889 नवंबर 14 हुआ था. वे वर्षों देश के प्रधानमंत्री रहे. വർഷങ്ങളോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. उनकी निधन तिथि 27 मई 1964 1964 है. അദ്ദേഹം 1964 മെയ് 27 അന്തരിച്ചത്. वे न केवल कुशल राजनेता थे अपितु सशक्त लेखक भी थे. കേവലം രാജനീതിജ്ഞൻ മാത്രമല്ല, പിന്നെയോ സശക്തനായ ഒരു ലേഖകനുമായിരുന്നു അദ്ദേഹം. डिस्कवरी ऑफ इंडिया एंड ऑटोबायोग्राफी आदि उसके प्रसिद्ध ग्रंथ हैं. उन्होंने हिंदी में थोड़ा बहुत लिखा था. പ്രൊഫൈൽ വരും. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത്, മെയിൻ രചനകൾ, ഇതെല്ലാം ഓരോരോ വരിയായിട്ട് തന്നിട്ട് ഇതുപോലെ പാരഗ്രാഫായിട്ട് എഴുതി പ്രൊഫൈലായിട്ട് എഴുതാൻ 5 മാർക്ക് ഷോർട്ട് ക്വസ്റ്റൻ ആണ്. അതും പഠിച്ചിരിക്കണം. അത് ഞാൻ പഠിപ്പിക്കേണ്ടതായിട്ടൊന്നുമില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി. നമുക്ക് ഇനി ഫസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. എന്താണ് നെഹ്റു തൻ്റെ ആഗ്രഹം പറഞ്ഞത്? मुझे देश की जनता ने मेरे हिंदुस्तानी भाइयों और बहनों ने इतना प्रेम और मोहब्बत दी है कि चाहे मैं जितना कुछ करूं वह उसके एक छोटे से छोटे हिस्से का बदला नहीं हो सकता. എനിക്ക് എൻ്റെ ഈ ദേശത്തിലെ ജനത, ഈ ഹിന്ദുസ്ഥാനി സഹോദരി സഹോദരന്മാർ എത്രത്തോളം സ്നേഹവും പ്രേമവും എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ, അതിന് പകരം ഞാൻ എന്തെല്ലാം ചെയ്താലും ശരി അതിൻ്റെ ഒരു ചെറിയതിൻ്റെ ഒരു ഭാഗം പോലും ആവുകയും അത്രയ്ക്ക് ഉപകാരമാണ് ഇവിടുത്തെ ഹിന്ദുസ്ഥാനികൾ അല്ലെങ്കിൽ ഭാരതീയ സഹോദരി സഹോദരന്മാർ എനിക്ക് നൽകിയിരിക്കുന്നത്. സച്ച് तो ये है कि प्रेम इतनी कीमती चीज है कि इसके बदले कुछ देना मुमकिन नहीं है. സത്യം ഇതാണെന്ന് വെച്ചാൽ, പ്രേം എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്നത് ഇത്രത്തോളം കീംതി ചീസ്, ബഹുമൂല്യമായ ഒരു സാധനമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഇതിന് തിരിച്ച് അതിന് പകരം നൽകുക എന്ന് പറയുന്നത്, പ്രത്യുപകാരം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല.
അതൊരു ത്രാസിലിട്ട് തൂക്കിയെടുക്കാൻ പറ്റത്തുമില്ല. इस दुनिया में बहुत से लोग हुए जिसको अच्छा समझकर बड़ा मानकर उनका आदर किया गया. इस दुनिया में बहुत से लोग हुए, ഈ ലോകത്ത് വളരെയധികം ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ജിൻകോ അച്ഛാ സമझकर അവരെല്ലാം നല്ലതായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ബഡാ മാൻകർ വലുതായി കണ്ടുകൊണ്ട് ഉൻക ആദർ കിയാ ഗയ അവരെല്ലാം ആദരിച്ചു പോന്നിരിക്കുകയാണ്. പൂജ കിയാ ഗയ പൂജകൾ ചെയ്തു വരികയാണ്. लेकिन भारत के लोगों ने छोटे और बड़े, अमीर और गरीब, सब तबकों के बहनों और भाइयों ने मुझे इतना ज्यादा प्यार दिया है कि उसका बयान करना मेरे लिए मुश्किल है और जिससे मैं दब गया. വലിയ സെന്റൻസ് ആണ്. എന്താണ് ഈ പറയുന്നത്? ഈ ലോകത്തിലെ വളരെയധികം ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ലവരായി കണ്ടുകൊണ്ട്, വലിയവരായി കണ്ടുകൊണ്ട് അവരെല്ലാം നമ്മൾ ആദരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിലെ ആൾക്കാർ ചെറിയവരെന്നാകട്ടെ വലിയവരെന്നാകട്ടെ, പണക്കാരെന്നാകട്ടെ പാവപ്പെട്ടവരെന്നാകട്ടെ, സബ് തബക്കോം എല്ലാ തരത്തിലുള്ള സഹോദരി സഹോദരന്മാരും എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ അത് നിങ്ങളോട് വർണ്ണിക്കാൻ കഴിയുന്നത് എന്നെ കൊണ്ട് അസാധ്യമാണ്. और जिसमें मैं दब गया हूं, ഞാൻ അതിനകത്ത് വളരെയധികം മുങ്ങി കിടക്കുകയാണ്. മനസ്സിലായോ? मैं आशा करता हूं कि मैं अपने जीवन के बाकी वर्षों में अपने देशवासियों की सेवा करता रहूं और उनके प्रेम के योग्य रहूं. എന്റെ ആഗ്രഹം ഇത്ര മാത്രമേ ഉള്ളൂ. मैं आशा करता हूं, ഞാൻ ആശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്ത്? എന്റെ ജീവിതത്തിന്റെ ബാക്കി വർഷങ്ങളിലും തങ്ങളുടെ ദേശവാസികളെ, ഇതേ ദേശവാസികളെ തന്നെ സേവിക്കുവാനും അവരുടെ പ്രേമത്തിന്, അവരുടെ സ്നേഹത്തിന് എന്നും പാത്രീഭൂതനായിരിക്കുവാനും മാത്രം എനിക്ക് കഴിയണമേ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശിക്കുകയാണ്. ഒരു പാരഗ്രാഫ് കഴിയും. അപ്പൊ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പേജ് നമ്പർ എവിടെ കൊടുത്തിട്ടുണ്ട്? അനുവർത്തി കാര്യം എന്ന് പറഞ്ഞ പേജിൽ 15ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഭാരത് കി ജനത നെ നെഹ്റു കോ ക്യാ ദിയാ? അതിന്റെ ഉത്തരം പേജ് നമ്പർ 17 കൊടുത്തിട്ടുണ്ട്. प्यार दिया है. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, നെഹ്റു കിസ്കി ആശാ करते हैं? ഞാൻ ഇപ്പോൾ പറഞ്ഞു തീർത്തില്ല. जीवन के बाकी वर्षों में अपने देशवासियों की सेवा करें और उनके प्रेम के योग्य रहें. ജീവിതത്തിന്റെ ബാക്കി വർഷങ്ങളിലും എന്ത്? തങ്ങളുടെ ദേശവാസികളെ സേവിക്കുവാനും അവരുടെ പ്രേമം എന്നും സ്നേഹം എന്നും ഉണ്ടാകുവാനും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. बेशुमार दोस्तों और साथियों के ऊपर और भी ज्यादा एहसानात हैं. ഇതിനകത്ത് ഹിന്ദി മാത്രമല്ല ഉറുദു ഫാർസി വാക്കുകൾ ഒത്തിരി ഉണ്ട്. ബേഷുമാർ എന്ന് പറഞ്ഞാൽ അസംഖ്യം, എഹ്സാനാത്ത് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത. ബേഷുമാർ ദോസ്തവും और साथियों के ऊपर അസംഖ്യമായ സുഹൃത്തുക്കളുടെയും സഹോദരന്മാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുകളിൽ और भी ज्यादा एहसानात हैं എന്ന് പറഞ്ഞാൽ और भी അതിലേക്കാട്ടിലും കൂടുതൽ എനിക്ക് നന്ദിയുണ്ട് അവരോടല്ല, സുഹൃത്തുക്കളോടല്ല. हम बड़े बड़े कामों में एक दूसरे के साथ रहे. വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം സഹകരിച്ചു പോരുന്നു. शरीक रहे, हमने मिलजुल कर काम किए हैं. നമ്മൾ ഒരുമിച്ചാണ് എല്ലാം നേടിയിരിക്കുന്നത്. മനസ്സിലായോ? ഒരുമിച്ച് ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. हमने मिलजुल कर बड़े बड़े कामों में एक दूसरे के साथ, मिलजुल कर നമ്മൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് ആണ് ഒരുമിച്ച് ജോലി ചെയ്തിരിക്കുന്നത്. ये तो होता ही है कि जब बड़े काम किए जाते हैं, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുക തന്നെ ചെയ്യും. उनमें सफलता भी होता है, नाकामयाबी भी होता है. അതിനകത്ത് വിജയവും ഉണ്ടാവും, നാകാമയാബി പരാജയവും ഉണ്ടാവും. ചിലപ്പോൾ നാകാമയാബി എന്ന് പറയുന്നത്, നാകാമയാബിക്ക് ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ട്, അസഫലത, പരാജയങ്ങളും ഉണ്ടാവും. मगर हम सब शरीक रहे सफलता की खुशी में और नाकामयाबी के दुख में. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ് നിന്നത്. എപ്പോഴൊക്കെ? വിജയത്തിന്റെ സന്തോഷത്തിലും പരാജയത്തിന്റെ ദുഃഖത്തിലും നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നമ്മൾ ഈ രാജ്യത്തെ ഉയർച്ചയിലോട്ട്, വികസനത്തിന്റെ പാതയിലോട്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ സഹോദരി സഹോദരന്മാരും എന്നോടൊപ്പം നിന്നതിൽ ഞാൻ അങ്ങേറ്റം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. मैं चाहता हूं, नेक्स्ट पैराग्राफ, ഞാൻ ആഗ്രഹിക്കുന്നു, और मन से चाहता हूं, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്, कि मेरे मरने के बाद कोई धार्मिक रस्में न अदा की जाए. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആണ് ഇത് കേട്ടോ. नेहरू जी क्या चाहते हैं? मरने के उपरांत नेहरू जी अपने शरीर को क्या करने के लिए हमसे आह्वान करते हैं? मैं चाहता हूं और मन से चाहता हूं, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഉത്തരം.
മേരെ മരണേ കെ ബാദ് കോയി ധാർമ്മിക് രസ്മയും ന അദാ കീ ജായ്. എൻ്റെ മരണശേഷം എനിക്ക് യാതൊരുവിധ റിച്വൽസും ചെയ്യാൻ പാടില്ല, മരണാനന്തര ക്രിയകൾ ഒന്നും ചെയ്യാൻ പാടില്ല. മേം ഐസി ബാത്തോം കോ മാൻതാ നഹീ ഹൂം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. और सिर्फ रस्म समझकर इनमें बंद जाना धोखे में पड़ना मानता. ഇതിനെല്ലാം ഒരു റിച്വൽസ് ആയിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ചടങ്ങുകൾ മാത്രമായിട്ട് കണ്ടിട്ട് ഇതിൽ കെട്ടിയിടാനോ അതിൽ ആ ചതിയിൽപ്പെടാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജബ് മേ മർ ജാവൂം തോ, ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോൾ മരിക്കുന്നുവോ तो मेरी इच्छा है कि मेरा दाह संस्कार कर दिया जाए. എന്നെ കത്തിക്കാനേ പാടുള്ളൂ, കുഴിച്ചിടാൻ പാടില്ല. ദാഹ സംസ്കാർ കിയാ ജായ്, ഹിന്ദു പുരാണം അനുസരിച്ച് നമ്മൾ ഇപ്പോഴും ചെയ്തു വരുന്ന അടക്കം എന്ന് പറയുന്ന പുതിയ ഭാഷ, കത്തിക്കാനേ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ടോ അഗർ മേം വിദേശ് മേ മരും തൊനി, വിദേശത്ത് വെച്ചാണ് എനിക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ तो मेरे शरीर को जला दिया जाए, എന്റെ ശരീരത്തിന് കത്തിക്കണം. और मेरी अस्थियां इलाहाबाद भेज दी जाए, എന്നിട്ട് എന്റെ അസ്ഥികൾ അലഹാബാദ് ഗയയിൽ തന്നെ കൊണ്ടുവരണം. കാശി അല്ലെ, ഉത്തർഭാരതത്തിലെ പ്രസിദ്ധമായ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ്, പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ്. ഇലഹാബാദ് ഹിന്ദിയിൽ പറയാം, അലഹാബാദ് എന്നാണ് നമ്മൾ നോർമലി പറയുക. എന്നിട്ടോ എല്ലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം, വിദേശത്ത് വെച്ച് മരിക്കുകയാണെങ്കിൽ എന്റെ എല്ലൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഇൻമേം സെ മുട്ടി ഭർ ഗംഗാമേ ഡാൽ ദീ ജായ്. മുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൈ, ഒരു പിടി ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കണം. ഉൻകെ ബഡേ ഹിസ്സേ കെ സാത്ത് ക്യാ കിയാ ജായ് മേ ആകെ ബതാ റഹാ ഹൂം. വലിയൊരു ഭാഗം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. മനസ്സിലായോ? ഞാൻ മരിക്കുകയാണെങ്കിൽ, മരിക്കും ഉറപ്പാണ്, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണാനന്തര ക്രിയകൾ ഇങ്ങനെ നടത്താൻ പാടുള്ളൂ. വിദേശത്ത് വെച്ച് മരിച്ചാൽ പോലും അവിടെ നിന്നുള്ള എൻ്റെ ഈ ചിതാഭസ്മം നമ്മുടെ സ്വദേശത്തേക്ക് കൊണ്ടുവരികയും ഒരു പിടി ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുകയും ബാക്കി വരുന്ന സിംഹഭാഗവും 90% എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം എന്നാണ് ഈ നിബന്ധത്തിൽ പറയുന്നത്. इनका कुछ भी हिस्सा किसी हालत में बचाकर न रखा जाए. ഒരു ഭാഗം പോലും ബാക്കി വെച്ചേക്കാൻ പാടില്ല. എന്റെ ശരീരത്തിന്റെ ചിതാഭസ്മത്തിന്റെ ഒരംശം പോലും, ഒരു കണിക പോലും ബാക്കി വെക്കാൻ പാടില്ല. 10% ഒരു കയ്യിൽ കൊള്ളുന്നത് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു, ഗംഗയിൽ കൊണ്ട് ഒഴുക്കണം. ബാക്കി 90% എങ്ങനെ വേണം. गंगा में अस्थियों का कुछ हिस्सा डालवाने की इच्छा के पीछे जहां तक मेरा ताल्लुक है कोई धार्मिक ख्याल नहीं है. താലൂക്ക് എന്ന് പറഞ്ഞാൽ റിസ്ത. ഞാൻ ഈ ഗംഗയിൽ കൊണ്ട് ഒഴിക്കണം എന്ന് പറഞ്ഞല്ലോ. ഗംഗാമേ അസ്ഥിയോങ്ക കുച്ച് ഹിസ്സ ഡാൽവാനേക്ക് ഇച്ഛാക്കെ പീछे, ഗംഗയിൽ കൊണ്ട് ഒഴിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എനിക്ക് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ ജഹാൻ തക് മേരാ താല്ലുക്ക് ഹൈ, എവിടം വരെയാണോ എൻ്റെ റിസ്ത ബന്ധമുള്ളത്, കോയി ധാർമ്മിക് ഖ്യാൽ നഹീ ഹൈ, മതപരമായ ചിന്തയുമല്ല ഞാൻ ഈ പറയുന്നത്. इस बारे में मेरी कोई धार्मिक भावना नहीं है. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു മതപരമായ ഒരു ബന്ധവും, എനിക്ക് ധാർമ്മിക് എന്ന് പറഞ്ഞാൽ മതപരമായ, मुझे बचपन से गंगा और जमुना से लगाव रहा है. എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഗംഗയുമായും യമുനയുമായും വളരെ നദിയുമായും വളരെയധികം ലഗാവ്, അടുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ജൈസെ ജൈസെ मैं बड़ा हुआ वह लगाव बढ़ता रहा. ഞാൻ വലുതായി വരും തോറും ഈ ഗംഗയുടെയും യമുനയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം വളരെയധികം കൂടിയാണ് വരുന്നത്. मैंने मौसमों के बदलने के साथ इनके बदलते हुए रंग और रूपों को देखा. ഞാൻ मौसमों के बदलने के साथ, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് इसके बदलते हुए रंग और रूप को देखा, ഇതിന്റെ മാറി വരുന്ന രൂപത്തിനെയും നിറത്തിനെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. और कई बार मुझे याद आई उस इतिहास की, കുറേ പ്രാവശ്യം എനിക്ക് ആ ചരിത്രത്തിനെ കുറിച്ച് ഓർമ്മയും വന്നു. उस परंपराओं की, ആ പരമ്പരയെ കുറിച്ചും ഓർമ്മ വന്നു. उन पौराणिक गाथाओं की, ആ പൗരാണികമായ ആ ഗാഥ കഥയെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. उन गीतों और कहानियों की जो कि कई युगों से उनके साथ जुड़ी है. ആ ഗീതങ്ങളുടെയും കഥകളുടെയും കുറെ യുഗത്തിന് മുമ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന और उनके बहते हुए पानी में धुल मिल गई है, അവിടെ ഒഴുകി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലത്തില് ഇതാ എൻ്റെ ആത്മബന്ധം ഇഴുകിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗംഗയിൽ കൊണ്ട് ഒഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ
ധർമ്മപരമായ മതപരമായ ചടങ്ങുകളെ നടത്താൻ വേണ്ടി അല്ല. അപ്പോൾ बचपन से नेहरू को गंगा से बहुत अधिक लगाव है. गंगा भारत की सभ्यता का प्रतीक है. ഗംഗ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിനകത്ത് ഇൻഡസ് എന്ന് പറയുന്നത് ഗംഗ തന്നെയാണ്, റിവർ ഇൻഡസ്. അപ്പോൾ हस्तियों के कुछ भाग गंगा में डालने की नेहरू की इच्छा का कारण क्या है? कारण बचपन से नेहरू को गंगा से बहुत अधिक लगाव है. इन्हीं विदेश में मरे तो नेहरू की इच्छा क्या है? अपने शरीर को जला दिया जाए और अस्थियां इलाहाबाद में भेज दिया जाए. അപ്പോൾ ഇവിടെ ചോദ്യം 15ാമത്തെ പേജിലും 17ാമത്തെ പേജിലും ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ നോക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തേണ്ടതാണ്. ഇനി ഗംഗ കിസ്കാ പ്രതീക് है വരാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. गंगा सभ्यता का प्रतीक है. गंगा तो विशेषकर भारत की नदी है, जनता की प्रिय है. വിശേഷകരമായിട്ട് ഗംഗ ഭാരതത്തിന്റെ നദിയാണ്, ജനതയുടെ പ്രിയപ്പെട്ട നദിയാണ്, പ്രിയപ്പെട്ടവളുമാണ്. उससे भारत की जातियां, स्मृतियां, उसकी आशाएं और उसके भय, विजयगान, उसकी विजय और पराजय लिपटी हुई है. ഭാരതത്തിന്റെ വിശേഷപ്പെട്ട നദിയാണ് ഗംഗ. പവിത്ര നദിയാണ്, പുണ്യനദിയാണ്, ജനതങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ്. ഉസ്സെ അതിൽ നിന്നാണ് ഭാരതത്തിലെ ജാതികളും സ്മൃതികളും പുരാണങ്ങളും ആശകളും ഭയങ്ങളും വിജയഗാനങ്ങളും വിജയഗീതങ്ങളും അവരുടെ വിജയവും പരാജയവും എല്ലാം ഇഴുകിച്ചേർന്നിരിക്കുന്നത് സംസ്കാരം. ഗംഗ तो भारत की सभ्यता का प्रतीक रही है, നിശാൻ രഹി, അടയാളമാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകവും അല്ലെങ്കിൽ സാംസ്കാരിക ഭാരതത്തിന്റെ ഏറ്റവും ഉന്നതയിലുള്ള ഔന്നത്യത്തിലുള്ള ഒരു സംസ്കാര പ്രതീകമാണ് റിവർ ഇൻഡസ്, ഗംഗ എന്ന് പറയുന്നത്. അടയാളമാണ്, സംസ്കാരത്തിന്റെ അടയാളമാണ്. സദാ ബദൽത്തി സദാ ബഹത്തി ഫിർ ബഹി ഗംഗ കി ഗംഗ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, രൂപം മാറുന്ന, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പിന്നീടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ തന്നെ ഗംഗ. वह मुझे याद दिलाती है कि हिमालय की बर्फ से ढकी चोटियों की और गहरी घाटियों की जिनसे मुझे मोहब्बत रही है. ഈ ഗംഗാനദി എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഹിമാലയത്തിന്റെ മഞ്ഞ് മൂടിയ, മഞ്ഞ് കവർ ചെയ്തിരിക്കുന്ന ആ മലമടക്കുകളിൽ നിന്നും അതിൽ നിന്ന് താഴ്വാരങ്ങളിലോട്ടും ജിസ്സെ മുझे മുഹബ്ബത്ത് രഹി ഹെ, അതിനോട് എനിക്ക് മുഹബ്ബത്ത് മാനെ പ്യാർ, സ്നേഹ രഹി, എനിക്ക് എപ്പോഴും പ്രേമമാണുള്ളത്. और उनके नीचे उपजाऊ, അതിന് താഴെ കൃഷി, വിള, और दूर दूर तक फैले मैदान जहां हम काम करते मेरी जिंदगी गुजरी है. മലമടക്കുകളിൽ നിന്നും ദൂരെ 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 ഇങ്ങനെ പരന്നൊഴുകി നടക്കുന്ന ഗംഗാനദി. ആ ഗംഗാനദിയിലെ ജലത്തിൽ എത്രയെത്ര കൃഷികളാണ് ഇവിടെ അഭിവൃദ്ധിപ്പെടുന്നത്. അല്ലെ, കന്യാകുമാരി വരെ ഒഴുകിയെത്തുന്നുണ്ട് ഈ ഗംഗ. അപ്പൊ ഈ താഴ്വാരങ്ങളിൽ ലഭ്യമാകുന്ന ഈ വെള്ളം, ഈ പവിത്ര നദിയുടെ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എന്നും അന്നം ഭക്ഷിക്കുന്നത്. ദൂർ ദൂർ തക് ഫൈലെ, വളരെ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന മൈതാനങ്ങൾ, ജഹാം കാം കർത്തെ മേരി ജിന്ദഗി ഗുസ്രി ഹെ, അവിടെ ജോലി ചെയ്താണ് എന്റെ ജീവിതം തന്നെ കഴിഞ്ഞു പോയത്. मैंने सुबह की रोशनी में गंगा को मुस्कुराते उछलते कूदते देखा. രാവിലത്തെ സൂര്യപ്രകാശത്തിൽ ഗംഗാനദി, ചിരിക്കുന്ന ഗംഗാനദിയെയും തുള്ളിച്ചാടി ഒഴുകി നടക്കുന്ന ഗംഗാനദിയെയും ഞാൻ കണ്ടിട്ടുണ്ട്. और देखा है शाम के साये में उदास, ഞാൻ വൈകുന്നേരങ്ങളിൽ, സായങ്കാലങ്ങളിൽ ഉദാസീനതയായിട്ടുള്ള ദുഃഖിതയായ ഗംഗയും കണ്ടിട്ടുണ്ട്. और काली सी चादर ओढ़े हुए भेद भरी जाड़ों में सिमटी सी आहिस्ते आहिस्ते बहती सुंदर धारा और बरसात में दहाड़ती गरजती हुई समुद्र की तरह चौड़ा सीना लिए और सागर को बर्बाद करने की शक्ति लिए हुई. എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് വിശേഷണങ്ങൾ? വൈകുന്നേരങ്ങളിലെ ദുഃഖവും ഞാൻ കണ്ടിട്ടുണ്ട്. കറുത്ത നിരകൾ നീണ്ട, ഭേദങ്ങൾ നിറഞ്ഞ, ജാഡോമയും സിപ്പട്ടീസി, ജാഡാമാനെ തണുപ്പ്. ഇവിടെ മലയാളത്തിലെ ജാട, ഇതിന്റെ ജാടയൊന്നും എന്നോട് വേണ്ട കേട്ടോ, ആ ജാടയല്ല, ജാഡാമാനെ തണുപ്പ്, മഞ്ഞ്, മഞ്ഞിൽ മൂടിക്കിടക്കുന്ന, ആഹിസ്തേ ആഹിസ്തേ ബഹുതി സുന്ദർ ധാര, വീണ്ടും വീണ്ടും ഒഴുകിത്തരുന്ന വളരെ സുന്ദരമായ സൗന്ദര്യമായ ധാര. और बरसात में दहाड़ती, മഴയിൽ കുളിച്ച് ദഹാടന, തുള്ളിച്ചാടി നടന്നുകൊണ്ട്, ദഹാടനമാനെ ഇങ്ങനെ മാന്തുക എന്നർത്ഥം കേട്ടോ. ഗർജത്തി, ഗർജിച്ചുകൊണ്ട്, വളരെ ഒഴുക്ക് ശക്തി കൂടുമ്പോൾ ഗർജിച്ചുകൊണ്ട്. സമുദ്രക്ക് ഇത്തര ചൗടാ സീനാലിയെ, സമുദ്രത്തിനെ പോലെ വളരെ പരന്ന്, ചൗടാ സീന, ചെസ്റ്റാണ് സീന, ചൗട വിരിഞ്ഞ വിരിഞ്ഞ മാറാണ് ചൗടാ സീന.
लिए और सागर को बर्बाद करने की शक्ति दी. സമുദ്രത്തിനെ ഇപ്പൊ നശിപ്പിച്ചു കളയും എന്നുള്ള ശക്തിയിൽ ഒഴുകി വരുന്ന ഗംഗാ നദിയെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. यहाँ यही गंगा मेरे लिए निशानी है. ഇതേ ഗംഗയാണ് എനിക്ക് അടയാളമാണ്. ഭാരത് की प्राचीनता की, ഭാരതത്തിന്റെ പ്രാചീനതയുടെ പഴമയുടെ, യാദ്ഗാർ की ഓർമ്മയുടെ, जो बहती आई है എന്തൊക്കെയാണ് ഒഴുകി വരുന്നത്, വർത്തമാൻ തക് और बहती चली जा रही है. ഇന്നത്തെ വർത്തമാൻ മാനെ പ്രസന്റ്, ഇന്നത്തെ കാലം വരെ ബഹ്തി ചലി ആ രഹി है, ഒഴുകി വരികയാണ്. ഭവിഷ്യ के महासागर की कहां की ओर बहती है यार, ഭാവിഷ്യ के महासागर, നാളത്തെ ഭാവിയുടെ മഹാസാഗരത്തിലോട്ടാണ് ഈ ഗംഗയുടെ ഒഴുക്ക്. അടങ്ങാത്ത, ഒരിക്കലും നിശ്ചലമല്ലാത്ത, എന്നും അചലമായി അല്ലെ, എന്നും പരന്നൊഴുകുന്ന ഈ ഗംഗാനദി ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. भले ही मैंने पुरानी परंपराओं, रीति और रस्मों को छोड़ दिया हो, और मैं चाहता भी हूं कि हिंदुस्तान इन सब जंजीरों की तोड़ दे जिसमें वह झगड़ा है जो उसको आगे बढ़ने से रोकती है, और जो देश में रहने वालों में फूट डालती है, जो बेशुमार लोगों को दबाए रखती है, और जो शरीर आत्मा में विकास को रोकती है. വലിയ സെന്റൻസ് ആണ്, ഭയങ്കര പാടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ. സാരമില്ല, നോട്ട്സ് ആൻസേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്. भले ही मैंने पुरानी परंपराओं को, रीति और रस्मों को छोड़ दिया. ഒരു പക്ഷേ പഴയ പരമ്പരകളും രീതികളും രസ്മോം കോ ഛോഡ് ദിയാ ഹോ, പഴയ ആചാരങ്ങളും വിചാരങ്ങളും എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും, और मैं चाहता भी हूं कि ഞാൻ ആഗ്രഹിക്കുന്നു എന്ത്, ഹിന്ദുസ്ഥാൻ ഇൻ സബ് ജഞ്ചീരോं को तोड़ दे, ഹിന്ദുസ്ഥാൻ ഈ ചങ്ങലകളെ എല്ലാം തന്നെ ഉപേക്ഷിക്കട്ടും, ഛോഡ് ദേ ഉപേക്ഷിക്കപ്പെടും, तोड़ दें ഈ ചങ്ങലകളെ പൊളിച്ചെഴുതും, और जिसमें वह जकड़ा है जो उसके आगे बढ़ने से रोकते हैं. जिसमें वह जकड़ा है, ജക്കടാവിനെ പിടിച്ചമർത്തി ചങ്ങലകൾ കെട്ടിപ്പിണർന്നിരിക്കുന്നു, जो उसको आगे बढ़ने से മുന്നോട്ട് പോകുന്നില്ലെന്ന് ഈ ചങ്ങല തടയുന്നു. ഈ പഴയ പരമ്പരകളും വിശ്വാസങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും എല്ലാമാണ് ഈ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. और जो देश में रहने वालों में फूट डालती है, ദേശത്തിരിക്കുന്നവരെ എല്ലാം ഒരു തടസ്സം തന്നെ സൃഷ്ടിക്കുകയാണ്. और बेशुमार लोगों को दबाए रखते हैं, और जो शरीर आत्मा के विकास को रोकते हैं, ശരീരത്തിന്റെ ആത്മാവിന്റെ വികാസത്തിനെ എല്ലാം തടസ്സപ്പെടുത്തുന്നു. चाहे यह सब मैं चाहता हूं, ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും फिर भी मैं यह नहीं चाहता कि, എങ്കിലും ഞാൻ ഇത് ആഗ്രഹിക്കുന്നില്ല എന്ത്, कि मैं अपने को इन पुरानी बातों से बिल्कुल अलग कर लूं, ഈ പഴയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ മാറ്റി പുതിയൊരാളാക്കി മാറ്റാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പഴമയുടെ ഈ സംസ്കാരത്തിൽ തന്നെ, പൈതൃകത്തിൽ തന്നെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം വിട്ടെറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇനി എന്താ പറയുന്നേ, मुझे गर्व है कि इस शानदार उत्तराधिकार का, എനിക്ക് അഭിമാനമുണ്ട് ഈ ഉത്തരാധികാരത്തിൽ. ഇസ് ശാന്ദാർ, ശാന്ദാർ മാനെ സുന്ദർ, ഇത്ര മനോഹരം നിറഞ്ഞ മനോഹാരിതയുള്ള ഈ ഉത്തരാധികാരത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇസ് വിരാസത്ത് കാ, വിരാസത്ത് മാനെ പരമ്പര, ഈ പരമ്പരയിൽ ഞാൻ സന്തോഷിക്കുന്നു. ജോ ഹമാരി രഹി ഹൈ और ഹമാരി ഹി ഹൈ, നമ്മുടെ തന്നെ പരമ്പര തന്നെ, ആ പരമ്പരയിൽ തന്നെ, ജോ ഹമാരി ഹി ഹൈ, നമ്മുടേതായ പരമ്പര തന്നെയാണ് നമുക്ക് സന്തോഷം തരുന്നത്. और मुझे अच्छी तरीके से मालूम है कि, എനിക്ക് വളരെ നല്ലവണ്ണം അറിയാം എന്ത്, मैं भी हम सभी की तरह इस जंजीर की एक कड़ी हूं, ഞാനും हम सभी की तरह, നമ്മൾ എല്ലാവരെയും പോലെ തന്നെ, इस जंजीर की एक, ഈ ചങ്ങലയുടെ ഒരു കണ്ണിയാണ് ഞാനും. വളരെയധികം പ്രാചീന കാലത്ത് നിന്നും ഉത്ഭവിച്ചു വരുന്ന ഈ സംസ്കാരത്തിന്റെ ആകുന്ന ചങ്ങലയിലെ ഒരു കണ്ണിയാണ് ഞാൻ. അപ്പൊ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും ബാധ്യസ്ഥനാണ്, നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ്. जो कि कभी नहीं और कहीं नहीं टूटी है, ഒരിക്കലും ഇത് പൊട്ടാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ പൊട്ടാൻ അനുവദിക്കാൻ പാടില്ല. और जिसका सिलसिला हिंदुस्तान के अतीत इतिहास के प्रारंभ से चला आता है. जो इसका ये सिलसिला, हिंदुस्तान, हिंदुस्तान माने सिलसिला, परंपरा, इस परंपरा का हिंदुस्तान के अतीत इतिहास के प्रारंभ से चला आता है. हिंदुस्तान माने भारत. तो इस भारत के अतीत, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്നും, अतीत से ഇതിഹാസ് के प्रारंभ से चला आता है, ചരിത്രത്തിന്റെ ആദ്യം മുതൽ തന്നെ ഇങ്ങ് കടന്നു വരികയാണ്. ये सिलसिला में कभी नहीं तोड़ सकता,
ഈ പരമ്പര എനിക്ക് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റുകയില്ല. ക്യോങ്കി മേം ഉസ്കി ബെഹത് ഖദ്ർ കർത്താ ഹൂം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇതിനെ വളരെയധികം ഖദ്ർ കർത്താ ഹൂം. ഖദ്र माने आदर करता हूँ. इस परंपरा को, इस संस्कृति को मैं बहुत अधिक प्रणाम करता हूँ, आदर करता हूँ. मैं भी उस संस्कृति का एक कड़ी है और इसमें मुझे प्रेरणा, हिम्मत और हौसला मिलता है. ഇതിൽ നിന്നാണ് എനിക്ക് പ്രേരണയും ഹിമ്മത്ത് माने धैर्यവും और हौसला, हौसला माने विश्वास, आगे बढ़ने का विश्वास. मुझे इसी संस्कृति से ही आगे की ओर जाने का विश्वास मिलता है, ताकत मिलता है. मेरी इस आकांक्षा की पुष्टि के लिए और भारत की संस्कृति को श्रद्धांजलि भेंट करने के लिए मैं यह दरख्वास्त करता हूं. मेरी इस आकांक्षा की पुष्टि, എന്റെ ഈ ആഗ്രഹത്തിന് പുഷ്ടിപ്പെടാൻ വേണ്ടി और भारत की संस्कृति को श्रद्धांजलि प्रकट करने के लिए, ഭാരതത്തിന്റെ സംസ്കാരത്തിനെ ശ്രദ്ധാഞ്ജലി, ശ്രദ്ധ से अंजलि, ആദരവ് കൊണ്ടുള്ള കുപ്പുകൈ സമ്മാനിക്കുവാനായി मैं यह दरख्वास्त करता हूं. दरख्वास्त करना माने എഴുത്തുകുത്തുകൾ നടത്തുക. विनती करता हूं, प्रार्थना करता हूं. मेरी भस्म की एक मुट्ठी, मतलब നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ബാക്കി എന്താണ് ഇപ്പോ പറയാൻ പോകുന്നത്. मेरी भस्म की, चिता भस्म की एक मुट्ठी इलाहाबाद के पास गंगा में डाल दी जाए. അലഹാബാദിലെ ഗംഗയിലെ ഒരു മുട്ടി, ഒരു കുമ്പിൾ നിങ്ങൾ ഗംഗയിൽ എറിയുക. जिससे कि वह उस महासागर में पहुंचे जो हिंदुस्तान को घेरे हुए हैं. അങ്ങനെ ഗംഗ ഒഴുകുന്ന സ്ഥലത്തെല്ലാം എന്റെ ചിതാഭസ്മം ഇങ്ങനെ പരന്ന് ഒഴുകി നടക്കണം, എല്ലാ മണ്ണിലും ലയിച്ചു ചേരണം. ബാക്കി എന്താ പറയുന്നത് നോക്കൂ. മേരി ഭസ്മയ്ക്ക് ബാക്കി ഹിസ്സേ കാ ക്യാ കിയാ ജായ്. എന്ത് ചെയ്യും എന്റെ ബാക്കി ഭാഗം? ചിതാഭസ്മത്തിലെ ബാക്കി 90% ഭാഗം നിങ്ങൾ എന്ത് ചെയ്യും? मैं चाहता हूं कि इसे हवाई जहाज में ऊंचाई पर ले जाकर बिखेर दिया जाए. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്ത്? ഹെലികോപ്റ്ററിൽ, വളരെ ഉയരത്തിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് അവിടെ നിന്ന് വന്ന് വിതറുക താഴെ മണ്ണിലോട്ട്. ഉൻ ഖേത്തോं पर, എവിടെയാ? പാടങ്ങളിൽ വിതരണം. ജഹാ ഭാരത് കെ കിസാൻ മെഹനത് കർത്തെ ഹൈ, അവിടെയാണ് ഭാരതത്തിന്റെ കൃഷിക്കാരൻ, നട്ടല്, ഭാരതീയരുടെ നട്ടല്ലായ കർഷകർ പാടുപെടുന്നത്, രാവന്തിയോളം പാടുപെടുന്ന मेहनत, कठिन मेहनत करने वाले किसान, उस खेती पर, खेतों पर बिखेर किया जाए ताकि वह भारत की मिट्टी में मिल जाए. ഭാരതത്തിന്റെ മണ്ണിൽ അത് അലിഞ്ഞു ചേരണം. और उसी का अंग बन जाए. അതുപോലെ ഭാരതത്തിന്റെ മണ്ണിലെ അംഗമാകണം എന്റെ ശരീരത്തിന്റെ ഓരോ കണികകളും. പാടത്തീർന്നു. यही मेरी वसीयत है. ഇതാണ് എന്റെ ആകാംക്ഷ, ഇതെന്റെ അവകാശമാണ്. तो हवाई जहाज विमान में जाकर इसी प्रकार डाल दिया जाए. ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാൻ സ്പീഡിലാണ് പോയത്. ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി ടെക്സ്റ്റ് മൂഡ് മുന്നിൽ വെച്ചാൽ മതി. गंगा किसका प्रतीक है? सभ्यता का प्रतीक है. नेहरू को किस पर गर्व है? നെഹ്റുവിന് എന്തിനകത്താണ് ഗർവം? നെഹ്റു को भारत की शानदार उत्तराधिकार और विरासत पर गर्व है. ഭാരതത്തിന്റെ വളരെ സുന്ദരമായ ഉത്തരാധികാരത്തിലും പരമ്പരയിലുമാണ് അഭിമാനമുള്ളത്. ഇനി नेहरू क्या चाहते हैं? अपनी भस्म को भारत के खेतों पर बिखेर दिया जाना चाहते हैं. തന്റെ ഭസ്മത്തിനെ, ചിതാഭസ്മത്തിനെ ഭാരതത്തിലെ ഖേത്തോं पर, പാടങ്ങളിൽ വിതറാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി വിശ്ലേഷണാത്മക വാചകം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. പ്രേം കീമത്തി ചീസ് ഹൈ ക്യോं? പ്രേമം എന്ന് പറയുന്നത് വളരെ ബഹുമൂല്യമായ ചീസ്. എന്താണ്? എന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പ്രേം കെ സാമനെ ദുനിയാ കെ സബ് കുച്ച് ബേക്കാർ ഹൈ. പ്രേമത്തിന്റെ മുന്നിൽ ഈ ലോകത്തിന്റെ ബാക്കി എന്തും നിരർത്ഥകമാണ്. അടുത്തത്, നെഹ്റു പുരാനി പരമ്പരാओं को क्यों तोड़ना चाहते हैं? देश की प्रगति में बाधा न पहुंचे. ദേശത്തിന് എന്തുകൊണ്ടാണ് നെഹ്റു പഴയ പരമ്പരകളെല്ലാം പൊട്ടിച്ചെറിയാൻ ആഗ്രഹിക്കുന്നത്? നെഹ്റു എന്നർത്ഥം ദേശ് की प्रगति में, ദേശത്തിന്റെ ഉയർച്ചയിൽ ഒരിക്കലും തടസ്സം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നെഹ്റു अपनी भस्म भारत की जमीन में बिखेर देना क्यों चाहते? തന്റെ ഭസ്മം ഭാരതത്തിന്റെ ഭൂമിയിൽ എറിയാൻ എന്താ ആഗ്രഹിക്കുന്നത്? भारत की मिट्टी का अंश बनकर मेहनती किसान के प्रति अपना सम्मान एवं प्यार प्रकट करने के लिए. എന്താണ്? ഭാരതത്തിന്റെ മണ്ണിന്റെ അംശമാക്കിയിട്ട് മെഹനത്തി കിസാൻ, കഠിനാധ്വാനിയായ കൃഷിക്കാരനോട് തന്റെ ആദരവും സ്നേഹവും പ്രകടമാക്കുവാനായിട്ടാണ് നെഹ്റുജി തന്റെ ചിതാഭസ്മം ഭാരതഭൂമിയിൽ എവിടെ കൃഷിസ്ഥലങ്ങളിൽ എറിയാനായി ആഗ്രഹിക്കും. അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ പാഠത്തിന്റെ സാരാംശം, നിബന്ധ കാ സാരാംശ്, പേജ് നമ്പർ
16 നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം, നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതിയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം എഴുതിയിരിക്കണം. പേജ് നമ്പർ 15, 16, 17. 16 പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല, അത് ഞാൻ പിന്നീട് നോട്ട്സ് അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് നിങ്ങൾ പക്ഷേ നോട്ട് നോക്കിയാൽ निबंध का सारांश मेरी वसीयत में देश और उसकी मिट्टी के प्रति जवाहरलाल जी का अजीम अनुराग प्रकट हुआ है. മേരി വസിയത്ത് എന്ന് പറയുന്ന ഈ പാഠത്തിൽ ദേശത്തിലെയും ഈ മണ്ണിനോടും ജവഹർലാൽ നെഹ്റുവിനുള്ള അസീമമായ എന്ന് പറഞ്ഞാൽ അനന്തമായ അനുരാഗമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഗംഗ യമുന കെ പ്രതി ഉൻകാ പ്യാർ അസീം ഹൈ. ഗംഗയോടും യമുനയോടും അദ്ദേഹത്തിന്റെ സ്നേഹം വളരെയധികം അൺലിമിറ്റഡ് ആണ്, അസീം, നോ ബൗണ്ടറീസ്. വേ വസിയത്ത് കർത്തേ ഹൈ കി മർനെ കെ ബാദ്, അദ്ദേഹത്തിന്റെ വില്ലാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. ക്യാ മേരി അഭിലാഷ ഹൈ कि मरने के बाद अपनी भस्म को हवाई जहाज से भारत के खेतों पर बिखेर दिया जाए. ഹവായി ജഹാസിൽ അദ്ദേഹത്തിന് മരണശേഷം തന്റെ ചിതാഭസ്മം വിമാനത്തിൽ ഭാരതത്തിലെ പാടങ്ങളിൽ, കർഷകരുടെ പാടങ്ങളിൽ എറിയണം. ഇസ്രവേ ജിസ് മിട്ടിമേയും ജന്മേ ഥേ ഉസിമേ മിൽ ജായ്. ഏത് മണ്ണിൽ ജനിച്ചുവോ ആ മണ്ണിൽ തന്നെ അദ്ദേഹം ലയിച്ചു ചേരുവാനായി ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ലയിച്ചു ചേരുവാനായി ആഗ്രഹിക്കുന്നു. इसमें नेहरू ने भारत की शानदार सांस्कृतिक विरासत की चर्चा की है. ഇതിലെ നെഹ്റു ഭാരതത്തിന്റെ വളരെ സൗന്ദര്യമുള്ള സാംസ്കാരിക പരമ്പരയെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. लेकिन वे पुरानी अंधी मान्यताओं और रूढ़ियों से अलग होने का आग्रह करते. പക്ഷേ അദ്ദേഹം പഴയ അന്ധമായ മാന്യതകളെയും ധാരണകളെയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തനാകാനാണ് ആഗ്രഹിക്കുന്നത്. इस रचना में देश के प्रति उनका अटूट प्रेम दृष्टिगत होता. ഈ രചനയിൽ ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ കൂറ്, നമുക്ക് ദേശത്തോടുള്ള സ്നേഹം, ദേശപ്രേമം നമുക്ക് അങ്ങേയറ്റം കാണുവാനായി സാധിക്കും. ഇത്രയുള്ള സാരാംശം. ഈ സാരാംശം കാണാതെ പഠിച്ചിരിക്കണം. ഏത് ക്വസ്റ്റ്യനും ആൻസറും നമുക്കിത് എഴുതാനും പറ്റും. ഇനി ആണ് പരീക്ഷയ്ക്ക് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഉള്ളത്. പേജ് നമ്പർ 16 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വായിക്കുന്നത്. ഒന്ന്, मान लें नेहरू जी मेरी वसीयत पढ़कर 2 मित्र नेहरू जी की अंतिम इच्छाओं के बारे में बातचीत करते हैं. वो बातचीत लिखें. ഈ പാഠം പഠിച്ചതിന് ശേഷം 2 സുഹൃത്തുക്കൾ തമ്മിൽ നെഹ്റുവിന്റെ ആഗ്രഹങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നു, സംഭാഷണം നടത്തുന്നു. ആ സംഭാഷണം വാർത്താലാപം എഴുതുക. പോയിന്റ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, मान लें नेहरू जी के देश प्रेम के बारे में आप अपने मित्र के नाम पत्र लिखते हैं. നെഹ്റുവിന്റെ ദേശപ്രേമത്തിനെ കുറിച്ച് താങ്കൾ നിങ്ങളുടെ സുഹൃത്തിന് ലെറ്റർ എഴുതുകയാണ്. മേരി വസിയത്ത് के आधार पर ഈ പാഠത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ആ കത്ത് തയ്യാറാക്കുക. और पोर्टफोलियो में संकलित करें. പോർട്ട്ഫോളിയോയിൽ കയറ്റുകയും ചെയ്യണം. എന്താണ് പോയിന്റ്സ് ഉണ്ട്? जनता के प्रति प्यार, देश के प्रति आदर, अंतिम इच्छा. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്? ജനങ്ങളോടുള്ള സ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, അവസാനത്തെ ആഗ്രഹം നെഹ്റുവിന്റെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ഇവിടെ നോക്കൂ, പത്രയ്ക്ക് രൂപരേഖ ഉണ്ടാവണം, ഒരു ലെറ്റർ എഴുതുന്ന മോഡൽ ഉണ്ടാവണം, പ്ലേസ്, ഡേറ്റ്, അഭിസംബോധന ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നെഹ്റുക്ക് ദേശപ്രേം കാവാണ്, അദ്ദേഹത്തിന്റെ ദേശപ്രേമത്തിന്റെ വർണ്ണന സാരാംശം എടുത്ത് എഴുതിയാൽ മതിയാവും കത്തെഴുതുമ്പോൾ. പിന്നെ ഉചിത ഭാഷാശൈലി, ഒരു ലെറ്റർ എഴുതുന്ന ഭാഷാശൈലിയാണ് ഉണ്ടാകുന്നത്. ആ 2 ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതോടുകൂടി ഈ ഒരു പാഠഭാഗം പൂർണ്ണമാവുകയാണ്. അപ്പൊ ഞാൻ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഈ 2 ആൻസേഴ്സ് മാത്രം ഞാൻ പിന്നീട് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ വേറെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ പാഠഭാഗം മാത്രം 1-2 പ്രാവശ്യം കൂടെ വായിച്ചിട്ട് എൻ്റെ ക്ലാസ്സും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ മേരി വസിയത്ത് എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. +2 തുല്യതാ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം ഈ പാഠഭാഗത്തുണ്ട്. 8 മാർക്കിൻ്റെ ചോദ്യം ഉറപ്പായിട്ടും ഈ ലെറ്റർ എഴുതുക അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള വാർത്താലാപം തയ്യാർ കരീം എന്നുള്ള പാഠഭാഗം ഉണ്ടാവും. അല്ലെങ്കിൽ സാരാംശം, मेरी वसीयत का सारांश, आस्वादन टिप्पणी तैयार करें. ദയവ് ചെയ്ത് ഇതെല്ലാം ഓർത്ത് വെച്ച് വേണം പഠിക്കാൻ. എല്ലാവരും ഫസ്റ്റ് ഇയറിൽ തന്നെ പാസ്സായി കഴിഞ്ഞതുവരെയും A+ കിട്ടാൻ ഇനിയും സാധ്യതയുള്ള കുട്ടികൾ ഒത്തിരി കുട്ടികളുണ്ട്, എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണം. ഈ ക്ലാസ് ഇങ്ങനെ എയറിൽ പലയിടങ്ങളിൽ പോകുമായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി വേറെ യൂണിറ്റിലും പോകുമായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുമായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഈ ക്ലാസ് പുറം ലോകം കാണട്ടെ, സംശയങ്ങൾ വരട്ടെ, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടട്ടെ. അപ്പം അങ്ങനെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതിൽ നിന്നും നമ്മുടെ ഈ ക്ലാസ്, ഹിന്ദി ക്ലാസ് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പോവുകയാണ്. വളരെ സന്തോഷം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റേതായ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ
ഞാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. ചില തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ബേസിക് ആശയങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി, ധന്യവാദ്.